ഉച്ചക്കത്തേക്കൊന്ന് കറി വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു കവർ നിറച്ച് നല്ല ഫ്രഷ് പ്രൊഡക്റ്റിന് അയലയാണ് കേട്ടോ. അതും നല്ല വിലക്കുറവിൽ തന്നെ കിട്ടിയ അതിൻ്റെ കൂടെ തന്നെ ചൂടി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് അത്യാവശ്യം അധികം തന്നെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് പകുതി എടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചു, ബാക്കി നേരെ എടുത്ത് നന്നാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. എനിക്ക് മീൻ നന്നാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ മീൻ നന്നാക്കാനായിട്ട് ഇറങ്ങുന്നത്. സ്ഥലങ്ങളിലും പല സ്റ്റൈലിലായിരിക്കും മീൻ നന്നാക്കില്ല. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഒരു ചേച്ചി കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മാന്തലിൻ്റെ ഒരു സൈഡിലത്തെ തൊലി മാത്രം കളയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു ഭാഗത്തെ മാന്തലിൻ്റെ ചടമ്പിൽ മാറ്റി കളയും, മറ്റേ ഭാഗത്തെ തൊലി പറിച്ച് കളയും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മീൻ നന്നാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ കയറിയിട്ട് ഉപ്പേരിയുടെ പരിപാടികൾ നോക്കിയിട്ട് ഇന്ന് വൻപയറും ബീട്രൂട്ടും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് എന്നിട്ട് മീനൊക്കെ ഒന്ന് കായം തേച്ച് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും മീൻകറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. അങ്ങനെ മീൻ വറക്കാനായിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളത് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ വെന്ത് വന്നപ്പോൾ ആ അടുപ്പത്തേക്ക് നേരെ എടുത്തിട്ട് വറക്കാനുള്ള മീൻ വെച്ചു. അപ്പോഴേക്കും ഉപ്പേരിയുടെ ബീട്രൂട്ടും പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നേരെ വറവിട്ടിട്ട് അപ്പം തന്നെ ആ കയ്യോടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അപ്പോഴേക്കും നല്ല പോലെ വിശപ്പായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ മേശമയ്ക്കൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ നേരെ എടുത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ബായ്.